51 ഇവർ വാർ കൗൺസിലിനെ രൂപീകരിച്ച് ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇവർ മാസ്റ്റർ സെല്ലിനെ രൂപീകരിച്ചു. ഖുറേഷി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇവർ ശരിക്കും പറഞ്ഞാൽ എയർ ഗംഗ എന്നൊരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തു പുറത്തൊരു മൂന്നാമത്തെ രാജ്യത്തിൽ വെച്ച് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിനെ വധിക്കണമെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഈ JKLFന്റെ ഒക്കെ ഒരു റീച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാകിസ്ഥാന്റെ ISI ആദ്യകാലത്ത് ട്രെയിൻ ചെയ്തത് അമേരിക്കയുടെ CIA തന്നെയാണ്. 1987 എലക്ഷൻ അത് റിഗ്ഡാണ്. സർ, പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണം ഒന്നും പാകിസ്ഥാൻ ചെയ്തതല്ല എന്നാണ്, ഏതോ ഭീകരർ ചെയ്തതാണ് എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി ഈ ടെററിസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ മണ്ണിലോട്ട് വരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനു മുമ്പ് റാഷിദിനോടൊരു ചോദ്യം ചോദിക്കാം. ഈ ടെററിസം എപ്പോഴാണ് ഇന്ത്യയിൽ തുടങ്ങിയത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എപ്പോഴാണ് ഈ ടെററിസം ഇന്ത്യയുടെ എതിരെ യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് റാഷിദ് ഒന്ന് പറയാമോ? 90s ശേഷമായിരിക്കാം. അതായത് നമ്മുടെ ബോംബെ ബ്ലാസ്റ്റ് ഒക്കെ ദാവൂദ് ഇബ്രാഹിം ആ ഇഷ്യൂ ആണോ? പലരുടെയും വിശ്വാസം ഇത് തന്നെയാണ്. അതായത് 90കളിലാണ് ഈ ടെററിസം തുടങ്ങിയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ടെററിസം തുടങ്ങിയത് അവരുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ആ നിമിഷം തൊട്ടാണ്. അതായത് പാകിസ്ഥാൻ പട്ടാളം എന്ന് അവരുടെ യൂണിഫോം ഇട്ടോ അന്ന് തൊട്ട് അവർ ടെററിസം തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലഷ്കറുകളെ കയറ്റിവിട്ടത് അത് ടെററിസമാണ്. അതായത് നിങ്ങളൊരു നോൺ സ്റ്റേറ്റ് ആക്ടറിനെ കൊണ്ടുവരുന്നു, അവരെ ബഡ് ചെയ്തിടുന്നു, അവർക്ക് നിങ്ങൾ ഗാഡ്ജറ്റ്സും എക്യുപ്മെൻറ്റ്സും മെഷീനറിയും കൊടുക്കുന്നു, എന്നിട്ട് അവരെ വെച്ചിട്ട് വേറൊരു രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. അപ്പോൾ പാകിസ്ഥാൻ അപ്പോൾ ഇത് തുടങ്ങി. ഇനി നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടിയ ഉടനെ നടന്ന ചില സംഭവങ്ങൾ പലർക്കും അറിയാത്ത സംഭവങ്ങളാണ്. ആദ്യം പാകിസ്ഥാൻ ഒരു വാർ കൗൺസിൽ രൂപീകരിച്ചു. പലർക്കും ഇതറിയില്ല. വാർ കൗൺസിൽ രൂപീകരിച്ചിട്ട് അവരെന്ത് ചെയ്തു? ബോർഡറിൻ്റെ സൈഡിൽ നിന്ന് ടെററിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യിച്ചു, കശ്മീർ റീജിയനിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് അകത്ത് അവരെന്ത് ചെയ്തു? അവർ ഒത്തിരി അധികം പ്രശ്നങ്ങളുണ്ടാക്കി. അതിനകത്ത് ശ്രീനഗറിലെ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു റെസ്റ്റ് ഹൗസിന് അവർ തീയിട്ടു. സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ഒരു റെസ്റ്റ് ഹൗസിന് തീയിട്ടു. ഇതിന് അന്വേഷണം ഇന്ത്യ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഇതിനകത്ത് പാകിസ്ഥാൻ്റെ ഒരു സബ് ഇൻസ്പെക്ടറും റാവൽപിണ്ടിയിലെ SPയുമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അപ്പം തന്നെ പാകിസ്ഥാൻ പുറത്തിരുന്നുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് കുറേയൊക്കെ ഈ വാർ കൗൺസിലിനെ എന്ത് ചെയ്തു? ന്യൂട്രലൈസ് ചെയ്തു. വാർ കൗൺസിൽ കഴിഞ്ഞിട്ട് അവരിത് വിട്ടില്ല. അവരൊരു മാസ്റ്റർ സെല്ല് രൂപീകരിച്ചു. മാസ്റ്റർ സെല്ലിനകത്ത് കാശ്മീരിനകത്തുള്ള ചില യൂത്തിനെ തന്നെ അവർ റിക്രൂട്ട് ചെയ്തു. ഇവരെ ആര് സഹായിക്കും? പുറത്തുള്ള പാകിസ്ഥാനിലെ ISI സഹായിക്കും, പാകിസ്ഥാൻ്റെ മിലിറ്ററി സഹായിക്കും. ബോർഡറിൻ്റെ ചുറ്റും ആൾക്കാരെ ട്രെയിൻ ചെയ്യുക, ഇന്ത്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുക. ചില ആൾക്കാരെ അവർ കാശ്മീരിനകത്ത് നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്യും. എന്നിട്ട് റിക്രൂട്ട് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും? ബോർഡർ കടന്ന് പാകിസ്ഥാനിൽ പോകും, എന്നിട്ട് അവിടെ ട്രെയിനിങ് എടുക്കും, തിരിച്ച് കാശ്മീരിലേക്ക് കയറും, കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കും. ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ബോർഡർ നോക്കിയാൽ ഇന്ത്യ പറയുന്നത് എന്താ? പാകിസ്ഥാൻ്റെ സൈഡിൽ മൊത്തം ടെററിസ്റ്റ് ക്യാമ്പുകളാണ്. ഇവിടെ അവർ ടെററിസ്റ്റ് പ്രൊമോട്ട് ചെയ്യും, ട്രെയിനിങ് കൊടുക്കും, അത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ആഡ് ചെയ്യേണ്ടതാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അതായത് പാകിസ്ഥാൻ ആർമി പലപ്പോഴും വലിയ വലിയ വെടിവെപ്പുകൾ നടത്തും ഇന്ത്യൻ ബോർഡറിൽ. ഷെല്ലിങ് നടത്തും. അപ്പോൾ ഇത് ചില എക്സ്പേർട്സ് പറയുന്ന പറഞ്ഞാൽ ഇവർ ഈ ഷെല്ലിങ് നടത്തുന്നത് എന്തിനാണ്? ഇന്ത്യൻ ആർമിയുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ്. ആ ശ്രദ്ധ തിരിച്ചെടുക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഈ മിലിറ്റൻസിനെ ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്യും. ഇത് പാകിസ്ഥാൻ പണ്ടേ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 51 ഇവർ വാർ കൗൺസിലിനെ രൂപീകരിച്ച് ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇവർ മാസ്റ്റർ സെല്ലിനെ രൂപീകരിച്ചു. മാസ്റ്റർ സെല്ല് ഇന്ത്യക്കകത്ത് ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു, എസ്പെഷ്യലി ഇൻ കാശ്മീർ. പോസ്റ്ററുകളൊക്കെ അവർ അടിച്ചിറക്കി ഇന്ത്യയുടെ എതിരെ. അതുപോലെ തന്നെ ഇവർ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. യുദ്ധം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ കാശ്മീരിനകത്ത് സപ്പോർട്ട് ചെയ്തത് ഈ മാസ്റ്റർ സെല്ലാണ്. അതൊരു റിയാലിറ്റിയാണ്. പിന്നെ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവരുടെ കുറച്ച് വെപ്പൺട്രി അവർ ഇന്ത്യയിൽ ഇട്ടിട്ട് പോയി, എസ്പെഷ്യലി കാശ്മീർ റീജിയനിലും പലയിടത്തും ഇട്ടിട്ട് പോയി. ഈ വെപ്പൺസ് ഉപയോഗിച്ചും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു ആര്? മാസ്റ്റർ സെൽ. പിന്നീട് ഇൻ്റലിജൻസ് ഏജൻസികളുടെ പ്രവർത്തനം കാരണം മാസ്റ്റർ സെല്ലിനെ നമ്മൾ തടയിട്ടു. എന്നിട്ടും പാകിസ്ഥാൻ നിർത്തിയില്ല. അവർ അൽ ഫത്ത എന്ന് പറഞ്ഞ ഗ്രൂപ്പ് സ്ഥാപിച്ചു. അൽ ഫത്തയുടെ മീനിങ് റാഷിദ് സമയമുള്ളപ്പോൾ ഒന്ന് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ഇതെന്താണ്? ഇതിൻ്റെ കഥയും രസമാണ്. പാകിസ്ഥാൻ്റെ പല മിലിറ്ററി ഉദ്യോഗസ്ഥരെയും ട്രെയിനിങ്ങിന് വേണ്ടി ഇവർ US ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വിട്ടു, സ്ട്രാറ്റജിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വിട്ടു. ഈ വിടുന്നത് എന്തിനാ? യുദ്ധം എങ്ങനെ തടയാന്ന് പഠിക്കാനാണ്. ഇപ്പോൾ സ്റ്റീഫൻ കോഹൻ എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാൻ്റെ മിലിറ്ററി എക്സ്പേർട്ട് ഉണ്ട്, അനലിസ്റ്റ് ഉണ്ട്, പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? പാകിസ്ഥാൻ ഓഫീസേഴ്സിനെ നമ്മൾ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വിട്ടത് യുദ്ധം എങ്ങനെ തടയാന്ന് പഠിക്കാനാണ്. പക്ഷെ അവരവിടെ നിന്ന് പഠിച്ചിട്ട് വന്നതോ ഇന്ത്യക്കെതിരെ എങ്ങനെ യുദ്ധം ചെയ്യാം, ഇന്ത്യ എങ്ങനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാം. അന്നത്തെ പലസ്തീൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പലസ്തീൻ്റെ ഒരു പോരാട്ടമൊക്കെയാണ് അവർ എന്തായത് അവരുടെ മോട്ടിവേഷനായിട്ട് അവരെടുത്തത്. എന്നിട്ട് അവരെന്ത് ക്രിയേറ്റ് ചെയ്തു? അൽ ഫത്ത ക്രിയേറ്റ് ചെയ്തു. അൽ ഫത്തയും കുറേ നാൾ ഇന്ത്യയിൽ ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടാക്കി. എസ്പെഷ്യലി കാശ്മീർ ഭാഗങ്ങളിലാണ് ഇവർ കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി അധികം പ്രശ്നം ഉണ്ടായി. പിന്നെയും നമ്മുടെ ഏജൻസികൾ ഇതിനെതിരെ കുറേയൊക്കെ പ്രവർത്തിച്ചു, കുറേയൊക്കെ ഇതിനെ എന്ത് ചെയ്തു? ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്തു. പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ നിർത്തിയില്ല. പിന്നെ സംഭവിച്ചത് 71 യുദ്ധമാണ്. നമ്മൾ എന്ത് ചെയ്തു? നല്ല രസമായിട്ട് ബംഗ്ലാദേശിനെ നമ്മൾ മുറിച്ച് ഡിഫറെൻറ്റ് രാജ്യമാക്കി, അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാനെ നമ്മൾ ബംഗ്ലാദേശാക്കി.
അത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം വലിയൊരു അടിയാണ്. അവർക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം അവരെ മിലിറ്ററിയുടെ മുഖം അവിടെ പോയി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവർ ടെററിസം വിട്ടില്ല. അത് കഴിഞ്ഞ് ഉണ്ടായ ഒരു ഗ്രൂപ്പാണ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫോഴ്സ്. ഈ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇവർ പ്രൊമോട്ട് ചെയ്ത ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കൊക്കെ കൂടുതൽ സപ്പോർട്ട് എവിടുന്നാണ്? പാകിസ്ഥാൻ റീജിയനിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് ഇവർ ആയുധം അയച്ചു കൊടുക്കുന്നു, അവിടെ ട്രെയിനിങ് കൊടുത്തു. പക്ഷേ JKLF-ന് ഒരു പ്രത്യേകതയുണ്ട്. JKLF-നകത്ത് കൂടുതൽ ഇന്ത്യൻ അല്ലെങ്കിൽ കശ്മീരികൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടായി വന്നു. അവരും കുറേ അധികം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തൊരു മക്ബൂൽ ഭട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. മക്ബൂൽ ഭട്ട് ഉണ്ട്. അതിനു മുമ്പ് ഖുറേഷി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇവർ ശരിക്കും പറഞ്ഞാൽ എയർ ഗംഗ എന്നൊരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തു. ആ പ്ലെയിൻ ശ്രീനഗറിലേക്ക് പോകുന്ന പ്ലെയിൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ഹൈജാക്ക് ചെയ്ത് ഇവർ പാകിസ്ഥാനിൽ കൊണ്ടുപോയി. എന്നിട്ട് ആൾക്കാരെ എല്ലാം പുറത്തിറക്കി പ്ലെയിനിന് തീ വെച്ചു. അപ്പോൾ ഈ പ്ലെയിൻ ഹൈജാക്കിങ് പണിയും ഇവർ നേരത്തെ തുടങ്ങിയതാണ്. അപ്പം JKLF ഇത് ചെയ്യുന്നു. പ്ലെബിസൈറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ. ഇവരെല്ലാം കോമൺ അജണ്ടയാണ്, ഇങ്ങനെയുള്ള പ്രവൃത്തിയാണ്. മക്ബൂൽ ഭട്ടിനെ എന്ത് ചെയ്തു? ഇന്ത്യ ജയൻസ് പിടിച്ചു, ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനും വിധിച്ചു. JKLF-ന്റെ മെയിൻ ഒരാളായിരുന്നു ആര്? മക്ബൂൽ ഭട്ട്. ഇദ്ദേഹത്തെ പിടിച്ചു, തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അപ്പം പാകിസ്ഥാൻ ചെയ്ത ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ JKLF ചെയ്ത ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് പുറം രാജ്യത്തിലുള്ള ഒരു ഇന്ത്യൻ ഡിപ്ലോമാറ്റിനെ അവർ കിഡ്നാപ്പ് ചെയ്തു. ആ ഒരു ഓഫീസറിനെ കിഡ്നാപ്പ് ചെയ്തു. മക്ബൂൽ ഭട്ടിനെ വിട്ടില്ലെങ്കിൽ ഈ ഡിപ്ലോമാറ്റിനെ കൊന്നു കളയണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. അല്ലെ, പാകിസ്ഥാൻ്റെ പേരിൽ JKLF പറഞ്ഞു. പക്ഷേ നമ്മൾ മക്ബൂൽ ഭട്ടിനെ വിട്ടുകൊടുത്തില്ല. മക്ബൂൽ ഭട്ടിനെ നമ്മൾ ഹാങ് ചെയ്തു. ഇതിൻ്റെ പ്രതികാരം എന്നോണം, അതായത് വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ആ ഇന്ത്യൻ ഡിപ്ലോമാറ്റിനെ എന്ത് ചെയ്തു? ഈ പറയുന്ന JKLF ഇന്ത്യയുടെ പുറത്ത് ബ്രിട്ടനിൽ വെച്ച് വധിച്ചു. അപ്പോൾ പാകിസ്ഥാൻ്റെ ടെററിസത്തിൻ്റെ ഒരു ആംബിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഡിപ്ലോമാറ്റിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഓൺ ദ ഇന്റർനെറ്റ്. നിങ്ങൾക്ക് കിട്ടും അത്. അപ്പം അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, പുറത്തൊരു മൂന്നാമത്തെ രാജ്യത്തിൽ വെച്ച് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിനെ വധിക്കണമെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഈ JKLF-ന്റെ ഒക്കെ ഒരു റീച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് കാണണ്ട, പക്ഷെ അവരെയും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? കൗണ്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി. 3 യുദ്ധങ്ങൾ നടന്നു. 48-ലെ യുദ്ധം, 62-ലെ യുദ്ധം, 71-ലെ യുദ്ധം. നേരിട്ട് ഇന്ത്യയോട് അടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പാകിസ്ഥാന് 100% ഉറപ്പായി. അപ്പം അവർ ഈ ടെററിസം പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ അന്നത്തെ പ്രസിഡൻ്റായ വ്യക്തി ഒരു ഐഡിയ കൊണ്ടുവന്നു. ഇതിന് ഇദ്ദേഹം പേരിട്ടത് ഓപ്പറേഷൻ ടൊപ്പാക്ക് എന്നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയൂബ് ഖാൻ തന്നെയാണ് ഈ ഒരു പോളിസി കൊണ്ടുവന്നത്, ഓപ്പറേഷൻ ടൊപ്പാക്ക്. ഓപ്പറേഷൻ ടൊപ്പാക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇന്ത്യയെ ഡയറക്റ്റ്ലി അടിച്ച് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ ആന്തരികമായിട്ട് കീറി മുറിക്കുക, മുറിവേൽപ്പിക്കുക. ഇതിന് പാകിസ്ഥാൻ പറയുന്ന ഡോക്ടറിന് ബ്ലീഡ് ഇന്ത്യ ബൈ 1000 കട്ട്സ്. അപ്പോൾ ടെററിസം കാരണം ഇന്ത്യ ബ്ലീഡ് ചെയ്യും, ഇന്ത്യ ക്ഷീണിപ്പിക്കുക. കാരണം ടെററിസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അറ്റാക്കുകൾ നടത്തി ഇന്ത്യ ക്ഷീണിപ്പിക്കുക. ഇതിനെയാണ് ഓപ്പറേഷൻ ടൊപ്പാക്ക്. ഇതനുസരിച്ചാണ് 91-ന് ശേഷം ഇന്ത്യയിൽ ടെററിസം ഒത്തിരിയധികം കൂടിയത്. സാറേ, മൂന്നാമത്തെ ഒരു രാജ്യത്ത് വെച്ച് ഒരു ഡിപ്ലോമാറ്റ്, അത് ബ്രിട്ടൻ പോലെ ഒരു രാജ്യത്തൊക്കെ വെച്ചിട്ട് ഒരു ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിനെ കൊല്ലാനൊക്കെ ഉള്ള ഒരു ശേഷി പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പാകിസ്ഥാൻ്റെ ISA വില കുറച്ച് കാണരുത്. ഒരു കാലം വരെ നമ്മൾ ന്യൂട്രലായിട്ടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ റോയേക്കാട്ടി ചിലപ്പോൾ കഴിവ് ISAക്ക് ആണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്? റോയേക്കാൾ കഴിവ് ഒരു സമയത്ത്. അതിൻ്റെ കാരണമുണ്ട്. ഈ പാകിസ്ഥാൻ്റെ ISA ആദ്യകാലത്ത് ട്രെയിൻ ചെയ്തത് അമേരിക്കയുടെ CIA തന്നെയാണ്, ചാരസംഘടനയാണ്. കാരണം പാകിസ്ഥാനെ പലപ്പോഴും ആർക്ക് ആവശ്യമുണ്ട്? USA-ക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ റഷ്യ കയറിയപ്പോൾ റഷ്യയെ എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ USSR കയറിയപ്പോൾ എതിർക്കാൻ ഉപയോഗിച്ചത് ഈ പാകിസ്ഥാനെയാണ്. അപ്പോൾ ഈ പാകിസ്ഥാനും USA-യുമായിട്ടുള്ള ബന്ധം കുറേ കാലം മുമ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് പാകിസ്ഥാൻ എന്തിൻ്റെയൊക്കെ മെമ്പറാണ്? സെൻഡോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെയും സിയോറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ മെമ്പറാണ്. അപ്പോൾ കോൾഡ് വാറിൽ പാകിസ്ഥാൻ ആരുടെ സൈഡാണ് നിന്നത്? USA-യുടെ സൈഡാണ്. ഇന്ത്യ നാമായിരുന്നു. ഇന്ത്യയുടെ ഐഡിയ നാമാണ്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. കാരണം ഇന്ത്യ ഒരു ഭാഗത്തെ ഒരു ചേരിയിലും ചേരുന്നില്ല. ഇത് വ്യക്തമായി USA എതിർത്തിരുന്നു. USA-ക്ക് താല്പര്യമില്ല. USA പറഞ്ഞ് ഇന്ത്യ എന്ത് ചെയ്യണം? ഒന്നുകിൽ USA-യുടെ കൂടെ നിൽക്കണം. അപ്പോൾ പാകിസ്ഥാൻ വാസ് ടോട്ടലി സപ്പോർട്ടിങ് USA. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ചാരസംഘടനകൾക്ക് പലപ്പോഴും ആര് തന്നെ ട്രെയിനിങ് കൊടുത്തത്? CIA തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പിന്നീടുള്ള കാലത്തിൽ നമ്മുടെ ISA അടിക്കാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? ഇപ്പം റോയ്ക്കുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് റോ. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. RN കാവുവിനെ പോലുള്ള സ്പെഷ്യലിസ്റ്റുകളാണ് റോയെ ഫോം ചെയ്തത്. വളരെയധികം നല്ല മികച്ച ഓപ്പറേഷൻസ് റോയും നടത്തിയിട്ടുണ്ട്. 71-ൽ ബംഗ്ലാദേശിന് നമ്മൾ മോചനം നേടിക്കൊടുത്തപ്പോൾ അതിനകത്ത് വലിയ റോള് പ്രവർത്തിച്ചതും റോ തന്നെയാണ്. അതായത് മുക്തി ബാഹിനി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ ഇന്ത്യക്കകത്ത് ചെയ്യുന്നത് തന്നെ ഇന്ത്യ എന്ത് ചെയ്തു? ബംഗ്ലാദേശിനകത്ത് ചെയ്തു. അപ്പം അങ്ങനെ നമ്മുടെ റോ ആ കേപ്പബിലിറ്റിയൊക്കെ നമ്മൾ തിരിച്ചെടുത്തു. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്
പാകിസ്ഥാൻ്റെ ടൊപ്പാക് ഡോക്ടറിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും തെറ്റിപ്പോയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ടൊപ്പാക് ഡോക്ടറിൻ ആരാണ് കൊണ്ടുവന്നത്? സിയാ ഉൾ ഹക്ക് ആണ് കൊണ്ടുവന്നത്. അയൂബ് ഖാൻ അല്ല, സിയാ ഉൾ ഹക്ക്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യക്ക് അകത്ത് ഡീസ്റ്റബിലിറ്റി ഉണ്ടാക്കുക, കശ്മീരിനെ കത്തിക്കുക, നേരിട്ട് അടിക്കാത്തത് കൊണ്ട് ഇന്ത്യ അകത്തുനിന്ന് ബ്ലീഡിങ് ഉണ്ടാക്കുക. ഇത് തന്നെയാണ് അയൂബ് ഖാൻ്റെ അല്ല, സിയാ ഉൾ ഹക്കിൻ്റെ ഒരു ഐഡിയ. ഈ സിയാ ഉൽ ഹക്കിന്റെ ഈ ഒരു ഐഡിയ ഏറെക്കുറെ വിജയിച്ചു നമുക്ക് പറയാൻ കഴിയും. കാരണം അടിക്കടി ഓരോ അദ്ദേഹത്തിൻ്റെ ആ പ്ലാൻ നമ്മൾ ലോങ് ടേം നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോഴും അത് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഇടയ്ക്കിടയ്ക്ക് തടയിടാൻ നമ്മുടെ ഏജൻസികൾക്കും സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റാണോ എന്ന് ചിലർ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് 1987 കാശ്മീരിലൊരു എലക്ഷൻ നടന്നു. 87 ഈ ഇലക്ഷൻ നടക്കുന്നത്. അപ്പം മേജറായിട്ട് 2 പാർട്ടികളാണ് ഇതിന്ന് മത്സരിച്ചത്. ഒന്ന് ഫറൂഖ് അബ്ദുള്ള, ഷെയ്ഖ് അബ്ദുള്ളയുടെ മോൻ ഫറൂഖ് അബ്ദുള്ളയും രാജീവ് ഗാന്ധിയുടെ ഒരു സഖ്യം. ഈ സഖ്യം ഒരു സൈഡിലും മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് ഒരു സൈഡിലും നിന്നു. ഈ മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഗ്രൂപ്പാണ്. അതിനകത്ത് പലരും വരും. ഷിയ ഫോർമേഷൻ അതിനകത്ത് വരുന്നുണ്ട്, നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്രൂപ്പുകൾ അതിനകത്ത് വരുന്നുണ്ട്, അല്ലി ഹാഡിത്തിന്റെ ഗ്രൂപ്പുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു സൈഡിലും, ഇപ്പുറത്തെ സൈഡിൽ ഫാറൂഖ് അബ്ദുള്ളയും രാജീവ് ഗാന്ധിയുടെ അലയൻസ്. പക്ഷേ നമ്മൾ അന്നത്തെ കശ്മീരികളോട് നമ്മൾ സംസാരിച്ചാലും എല്ലാവരും പറയുന്നത് MUF ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. നമുക്ക് എക്സിറ്റ് പോളുകളില്ല അന്ന്, പക്ഷേ ജനറലി ജനങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് MUFനാണ്. MUF പൂർണ്ണമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഒന്നും അല്ല അവർക്ക്. പക്ഷേ അവരുടേതായ കശ്മീരിൻ്റെ കുറച്ച് ഐഡിയോളജികളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1987 എലക്ഷൻ അത് റിഗ്ഡാണ്, അതിനകത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് കുറേയൊക്കെ ന്യൂട്രൽ ആൾക്കാർ ഇത് സമ്മതിക്കുന്നുണ്ട്. അതായത് നമുക്ക് 100% അറിയില്ല, നമ്മളതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നമ്മളതിനെ പിന്താങ്ങുകയും ചെയ്യുന്നില്ല. പക്ഷേ ന്യൂട്രലായ പലരും പറയുന്നത് 87 ഈ ഇലക്ഷൻ രാജീവ് ഗാന്ധി പവർ ഉപയോഗിച്ചിട്ട് അത് സബോട്ടേജ് ചെയ്തു, അല്ലെങ്കിൽ ആ ഇലക്ഷനെ എന്ത് ചെയ്തു, റിഗ് ചെയ്ത് കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ MUF തോറ്റു. MUF തോറ്റപ്പോൾ അവർക്ക് ഈ ആന്റി ഇന്ത്യൻ ഗവൺമെന്റ് സെന്റിമെന്റ് വളരെ കൂടി. ഇത് മുതലെടുത്തത് ആരായിരിക്കും? പാകിസ്ഥാനാണ്. അവർ ഈ ഡോക്ടറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ അകത്ത് പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ആ പ്രശ്നത്തിന് കയറാനിരുന്ന നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നമുക്ക് കയറാനിരുന്ന കുരങ്ങനെ ഏണി വെച്ച് കൊടുത്തുന്നു. അപ്പോൾ പാകിസ്ഥാന് നമ്മൾ അവിടെ ഒരു ഏണി വെച്ച് കൊടുത്തു എന്നുള്ളതൊരു സംശയമാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ത് കിട്ടി? MUFന്റെ പല ആൾക്കാരും ഇന്ത്യയുടെ എതിരെയാണ്, ഇന്ത്യക്കെതിരെയുള്ള സെന്റിമെന്റ്സ് അവർക്ക് വന്നു. അപ്പോൾ അതിനെ പാകിസ്ഥാൻ മുതലാക്കി. MUFലെ പലരും എങ്ങോട്ട് പോയി? പാക് ഒക്കുപ്പൈഡ് കശ്മീരിലേക്ക് പോയി. പാക് ഒക്കുപ്പൈഡ് കശ്മീരിലേക്ക് പോയിട്ട് എന്ത് പറ്റി? അവിടെ ട്രെയിനിങ് എടുത്തു. അവർ തന്നെ എന്ത് ചെയ്തു? പിന്നെ കശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കി. കിട്ടിയ അവസരം പാകിസ്ഥാൻ നല്ല രീതിയിൽ മുതലെടുത്തു. അതായത് പാകിസ്ഥാൻ ചെയ്ത കാര്യത്തിന് നമ്മളൊരു പ്രയോഗം പറയും, പാകിസ്ഥാൻ ഒരു കോമ്പറ്റിറ്റീവ് ടെറർ ഇൻഡസ്ട്രി ഉണ്ടാക്കി. നമ്മൾ സാധാരണ കാറും ജീപ്പിനും ഒക്കെ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന പറയും, പാകിസ്ഥാൻ ഉണ്ടാക്കിയത് ഒരു ടെററിസ്റ്റ് ഇൻഡസ്ട്രിയാണ്. അത് ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം, കോമ്പറ്റിറ്റീവ് ടെറർ ഇൻഡസ്ട്രി. അതായത് ഇവർ പല ടെററിസ്റ്റ് ഓർഗനൈസേഷനെ ഉണ്ടാക്കി. എന്നിട്ട് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എല്ലാം ഇന്ത്യക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും കശ്മീർ ഇന്ത്യ എന്ന് വേണം. ലക്ഷ്യങ്ങളിൽ കുഞ്ഞു അല്ലെങ്കിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയുടെ നീതി ആയോഗ് നോക്കിയാൽ കേരളവും തമിഴ്നാടും എല്ലാവരും ഒന്നാവാൻ വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ ടെററിസത്തിൽ ഒന്നാവാൻ വേണ്ടി ഈ പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ആരാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നത്, ഇഞ്ചുറി ഉണ്ടാക്കുന്നത് അവർ തമ്മിലൊരു മത്സരം. അപ്പോൾ അങ്ങനെ ഉണ്ടായ കുറേ ഓർഗനൈസേഷനാണ്. ഒന്ന് ലഷ്കർ ഇ തോയ്ബയുടെ ഫൗണ്ടർ ഹാഫിസ് സയ്യിദാണ്. അതുപോലെ ജെയ്ഷെ മുഹമ്മദ്, അത് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടായതാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ഫൗണ്ടർ മൗലാന മസൂദ് അസർ. അതുപോലെ ഹിസ്ബുൾ മുജാഹിദീൻ, അതിനകത്തൊരു എഹ്സാൻ ദാർ ആയിരുന്നു ഇതിൻ്റെ സ്ഥാപകൻ. പിന്നീട് സയ്യിദ് സലാഹുദ്ദീൻ ഇത് ഏറ്റെടുത്തു. അപ്പോൾ ഇവരെല്ലാം കോമ്പീറ്റ് ചെയ്ത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് കുറേ എക്സാമ്പിളുണ്ട്. നമ്മുടെ പാർലമെന്റിന്റെ അറ്റാക്ക് എടുത്തോട്ടെ, മുംബൈ ടെറർ അറ്റാക്ക് എടുത്തോട്ടെ. മുംബൈ ടെറർ അറ്റാക്കൊക്കെ ലഷ്കർ ഇ തയ്ബയുടെ തന്നെ കൈകളാണ് അതിനകത്ത്. അതുപോലെ നമ്മുടെ പല ട്രെയിൻ ബ്ലാസ്റ്റുകളുണ്ട്. മുംബൈ അറ്റാക്കിലും ഈ ടീമിൻ്റെ റോളുണ്ട്. അപ്പോൾ ഇവർ വളരെ കോർഡിനേറ്റഡ് ആയിട്ട് ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻസ് നടത്തി തുടങ്ങി. ഇവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യാം. ഇതൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ സംഭവം നമ്മൾ വിട്ടുപോയി. ഈ പാകിസ്ഥാനിൽ അവരുടെ സപ്പോർട്ടിലൂടെ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇന്ത്യക്കെതിരെ അത് ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ടെററിസ്റ്റ് കോമ്പറ്റിറ്റീവ് ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യുന്നു. 90കളിലാണ് ഇത് ശക്തി പ്രാപിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ് കശ്മീരിലെ പണ്ഡിസ്റ്റുകളെ അവിടെ നിന്ന് ഓടിക്കുന്ന ആ പ്രവൃത്തി. കാരണം ഈ റാഡിക്കൽ ഓർഗനൈസേഷൻസ് അവിടെ സ്ട്രോങ് ആയി. ഇവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കശ്മീരി പണ്ഡിറ്റ്സിനെ അവിടെ നിന്ന് ഓടിച്ചു കളയുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ആ ടൈം ലൈൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കത്തണം. 87 ഇലക്ഷൻ, അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഓപ്പറേഷൻ ടൊപ്പാക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങുന്നു. അതിനുശേഷം ഈ ഓർഗനൈസേഷൻസ് ഉണ്ടാകുന്നു. ഇതിൽ പലരും എന്ത് ചെയ്യുന്നു? പണ്ഡിത്തുകളെ ആക്രമിക്കുന്നു. കശ്മീരിലെ നോൺ മുസ്ലിം പോപ്പുലേഷനെ അവർ ടാർഗറ്റ് ചെയ്യുന്നു. ചിലർ പറയുന്നത് സുന്നി ഓർഗനൈസേഷൻസിനെ അല്ലാതെ ഷിയകളെ അവർ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കഥയുണ്ട്. എതിരെ തന്നെ ഇവർ പ്രവർത്തിക്കുന്നു. കാരണം നമുക്ക് പറയാം ടെററിസ്റ്റിന് മതമില്ല എന്ന് പറയേണ്ടി വരും. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റാഡിക്കൽ തോട്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഏജൻസീസ് ഇതിനെതിരെ വെറുതെ ഒന്നും ഇരുന്നിട്ടില്ല. നമ്മൾ ഇവരുടെ അകത്ത് തന്നെ പലവിധ വ്യത്യാസങ്ങളുണ്ട്. അതിനെ മുതലെടുത്ത് ഇവരെ തമ്മിൽ തല്ലിപ്പിക്കാറുണ്ട് നമ്മൾ. അപ്പം ഇതിന്റെ ഒരു എക്സാമ്പിളാണ് റോ നടത്തിയ ഓപ്പറേഷൻ ചാണക്യ എന്ന് പറഞ്ഞു. ഈ ഓപ്പറേഷൻ ചാണക്യയിൽ ഈ എലിമെന്റ്സിനെ നമ്മൾ തമ്മിലടിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ ചെയ്ത ഒരു കാര്യമുണ്ട്. കശ്മീരിൽ തന്നെ നമ്മൾ നമ്മുടേതായ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്ത ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി. അതായത് കശ്മീർ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അവർക്ക് ആര് വെപ്പൺ സപ്ലൈ ചെയ്തു? ഇന്ത്യ. പൊതു ഡോക്ടറിനിൽ ഇത് അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് നമുക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഇന്ത്യ ചിലപ്പോൾ ഏറ്റെടുക്കില്ല. പക്ഷേ ഇഖ്വാനുൽ മുസ്ലിമീന് ആംസും അമ്മുനേഷനും നൽകിയത് ആരാണ്? ഇന്ത്യ തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ടെറർ ഔട്ട്ഫിറ്റ്സിനെ ഉണ്ടാക്കുന്നു, പാകിസ്ഥാന് വേണ്ടി ഇവിടെ ചില ടെററിസ്റ്റ് ഓർഗനൈസേഷനെ ഉണ്ടാക്കുന്നു. അതിനെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യ തന്നെ ഒരു മിലിറ്റൻ വിങ്, ആർമി അല്ല, ഇവിടുത്തെ ആൾക്കാരെ തന്നെ തിരിച്ചടിക്കും. അതിനുവേണ്ടിയാണ് ഇഖ്വാനുൽ മുസ്ലിമീനെ ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഒരു മേജർ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു കുക്കാപ്പാറ എന്ന് പറഞ്ഞ വ്യക്തി. പക്ഷേ കുക്കാപ്പാറയും പിന്നീട് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ ഏജൻസീസ് ഇതിന് തിരിച്ചെടുത്തു. അപ്പം ഞാൻ പറഞ്ഞാൽ 90 തൊട്ട് ഈ പറയുന്ന ഓർഗനൈസേഷൻസിൻ്റെ പ്രവർത്തനം സ്ട്രോങ് ആയി. ഈ 90 തൊട്ട് 2010 വരെ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഇവരുടെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ലഷ്കർ-ഇ-തയ്യബ, അതുപോലെ ഹിസ്ബുൾ മുജാഹിദീൻ കുറച്ചുകൂടി ഇന്ത്യക്കാരുടെ അളവ് പ്രസൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ വലിയ രസമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാമെന്ന്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഫൗണ്ടറിൻ്റെ പേരാണ് മൗലാന മസൂദ് അസർ. ഇദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഏജൻസീസ് പിടിച്ചതാണ്. ഇന്ത്യ പിടിച്ചു. ഇത് കഴിഞ്ഞ രസകരമായ കഥയാണ്. മൗലാന മസൂദ് അസറിനെ ഇന്ത്യൻ ഏജൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചു കഴിഞ്ഞിട്ട് കഥയനുസരിച്ച് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇന്ത്യൻ ഏജൻസിയിൽ പെട്ട ഒരാൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചു എന്നാണ് പറയുന്നത്. ഇത് ചില ഓതേഴ്സ് എഴുതിയ കഥ മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ചിട്ട് എൻ്റെ പാരൻസ് പോലും ഇതുവരെ എൻ്റെ മുഖത്തടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആൾക്കാർ പാകിസ്ഥാനിലുണ്ടെന്ന് ആര് പറഞ്ഞു? മസൂദ് അസർ പറഞ്ഞു. പക്ഷെ ഇത് സത്യമായി. പിന്നീട് നമ്മൾ കാണുന്നത് ഈ നേപ്പാളിൽ നിന്ന് എടുക്കുന്ന ഒരു വിമാനം, ICJ വിമാനം റാഞ്ചലാണ് നമ്മൾ കാണുന്നൊരു എപ്പിസോഡ്. അതിനകത്ത് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു വിമാനം ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാർ റാഞ്ചുകയുണ്ടായി. എന്നിട്ട് ഇവർ ആദ്യം ഇതെവിടെ കൊണ്ടുപോയി? ഒരു ദുബായി കൊണ്ടുപോയി, പിന്നെ അത് പാകിസ്ഥാനിൽ കൊണ്ടുപോയി, എന്നിട്ട് പിന്നെ അത് അവസാനം അഫ്ഗാൻ താലിബാൻ നിയന്ത്രിക്കുന്ന കണ്ടഹാറിൽ കൊണ്ടാക്കി. ഇതിനെ കണ്ടഹാർ ഹൈജാക്ക് എന്നും പറയാറുണ്ട്. എനിക്കൊന്ന് സിനിമ നീരജ എന്ന് പറഞ്ഞ മൂവി ഇതിൻ്റെ തന്നെ ഒരു പകർപ്പാണെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ ആയിരിക്കില്ല. എന്തായാലും അതായത് മസൂദ് അസറിനോട് ചെയ്ത ഈ ഒരു ഇൻസിഡന്റ് ആയിരിക്കാം. മസൂദ് അസറിനെ വിട്ടുകൊടുക്കണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. അത് ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ മുട്ടിമുടക്കേണ്ടി വന്നു. കാരണം അതിനകത്ത് ഒത്തിരി അധികം യാത്രക്കാരുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ യാത്രക്കാരെ വിട്ടുകിട്ടാൻ വേണ്ടി നമ്മുടെ സിവിൽസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മസൂദ് അസറിനെ വിട്ടുകൊടുത്തു. പാകിസ്ഥാൻ ഒരു വിധത്തിലുള്ള സപ്പോർട്ടും ഇന്ത്യക്ക് നൽകില്ല. കാരണം അവരുടെ ആള് തന്നെയാണെന്നുള്ളതാണ് റിയാലിറ്റി. ഈ മസൂദ് അസർ പിന്നെ പാകിസ്ഥാനിലേക്ക് പോയി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തലവേദനകളിൽ ഒന്നായി. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, മസൂദ് അസറിന്റെ കൂടെ ഉള്ളവരെ പലരെയും ഇപ്പം നമ്മൾ വിടേണ്ടിടത്തോട്ട് വിട്ടിട്ടുണ്ട്. അത് റോയുടെ ഓപ്പറേഷൻസ് ആവാം, മുഖമില്ലാത്ത ആൾക്കാരുടെ ഓപ്പറേഷൻസ് ആവാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതാണ് കശ്മീരിൻ്റെ ടെററിസത്തിൻ്റെ ഒരു ചരിത്രം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം വാർ കൗൺസിൽ, പിന്നെ മാസ്റ്റർ സെല്ല്, പിന്നെ അൽഫാത്ത, പിന്നെ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ടൊപ്പാക്കിലൂടെ വന്ന ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തയ്യബ, ഹിസ്ബുൾ മുജാഹിദീൻ, പിന്നെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. അപ്പം ഞാൻ മെയിൻ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പം ഇതാണ് 2010 വരെയുള്ള ഈ ടെററിസത്തിൻ്റെ ഏകദേശം സ്റ്റോറി. നിങ്ങളൊരു UPSC ആസ്പിരൻ്റ് ആണോ? കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ എക്കണോമി, ഹിസ്റ്ററി, ജോഗ്രഫി, സെക്യൂരിറ്റി, സൊസൈറ്റി മുതലായ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് ആണെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാം. തീർച്ചയായും അടുത്ത വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും.